കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടും ലക്ഷ്യം കാണാത്ത വയനാട്ടിലെ കാരാപ്പുഴ അണക്കെട്ടിനെ ടൂറിസം കേന്ദ്രമാക്കി വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളും പാളുന്നു. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 2 കോടിയോളം രൂപയാണ് ചെലവഴിച്ചത്. ഇപ്പോഴും സന്ദർശകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും കാരാപ്പുഴ ഡാമിലില്ല. 3 പതിറ്റാണ്ട് മുൻപ് തുടങ്ങിയ കാരാപ്പുഴ ജലസേചന പദ്ധതി 400 കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടും ലക്ഷ്യം കാണാത്തതിനെ തുടർന്നാണ് അണക്കെട്ടിനെ വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കാൻ തീരുമാനമുണ്ടായത്. 5 കോടി രൂപയുടെ പദ്ധതി കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയും 4 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറുകയും ചെയ്തു. എന്നാൽ കൃത്യസമയത്ത് ജോലി പൂർത്തിയാക്കാത്തതിനാൽ 2 കോടി രൂപ കേന്ദ്രത്തിലേക്ക് തിരിച്ചടക്കേണ്ടി വന്നു. 2 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചെങ്കിലും സന്ദർശകർക്ക് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം പോലും ഇവിടെ ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. ദിവസവും ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ഈ ഡാം സന്ദർശിക്കാതെ എത്തുന്നുണ്ട്. ഉത്സവ സീസണായ ഓണം, വെക്കേഷൻ കാലങ്ങളിൽ 20,000-ന് മുകളിൽ ആളുകളാണ് സന്ദർശിക്കാൻ വരുന്നത്. പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഒരു ശൗചാലയം പോലും ഇവിടെ ഇതുവരെ തുറന്നിട്ടില്ല. ആദ്യഘട്ടത്തിൽ ചെലവായ 2 കോടി രൂപയിൽ 1.5 കോടിയോളം രൂപ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററിനും അനുബന്ധ കെട്ടിടങ്ങൾക്കുമാണ് ചെലവാക്കിയത്. 7 ലക്ഷം രൂപ ഓപ്പൺ തിയേറ്ററിനും 16 ലക്ഷം രൂപ ഭൂമിയൊരുക്കുന്ന പ്രവർത്തനങ്ങൾക്കും ചെലവായി. ജോലി പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാർ 3 കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി തുടങ്ങാനായിട്ടില്ല. ലക്ഷങ്ങൾ ചെലവഴിച്ച് ഫിഷറീസ് വകുപ്പ് നിർമ്മിച്ച അക്വേറിയം കോംപ്ലക്സും ഇതുവരെ സന്ദർശകർക്ക് തുറന്നുകൊടുത്തിട്ടില്ല. റിപ്പോർട്ടർ, വയനാട്.